ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ബീഫ് നൂഡിൽസ് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. ഞാനിത് ഒന്നൊന്നായിട്ട് കുക്ക് ചെയ്യുമ്പം പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ബീഫാണ്. ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാക്കുക. അതിനുശേഷം ബീഫ് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട, അത്യാവശ്യം വെന്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ വീറ്റ് നൂഡിൽസാണ് എടുക്കുന്നത്. അപ്പം ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 to 6 minutes വരെ ഈ വെള്ളത്തിൽ തന്നെ വേവിക്കണം. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും, കഴിക്കാൻ ഒരു ദിവസം കാണത്തില്ല. അതുകൊണ്ട് ഒരു 5 minute വേവിച്ചാൽ മതി. നമ്മുടെ നൂഡിൽസ് ഏകദേശം പതിവായിട്ടുണ്ട്. നമുക്കിത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. നമ്മുടെ ചൂടുവെള്ളം പൊഴിഞ്ഞ ശേഷം നമുക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇപ്പം എന്തെങ്കിലും സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് പൊക്കോളും. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ബീഫ് വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഏറ്റവും ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് ഫ്രൈ ആയതിന് ശേഷം, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ടതിന് ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് ക്യാരറ്റും ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ബീൻസ് ഉപയോഗിക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കമും പച്ചമുളകും ഉള്ളിയും ക്യാബേജുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ട്, അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റാണ് നമ്മൾ ക്യാബേജ് ഇടുന്നത്. ക്യാബേജ് അത്യാവശ്യം വഴണ്ട് കിട്ടിയാൽ മതി, ഒരുപാട് കുക്കാകണ്ട. അപ്പോൾ അതാണ് നമ്മളിത് ലാസ്റ്റ് ഇടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ വേണ്ട ഓരോ ഇൻഗ്രീഡിയൻസ് ഇടാം. 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് ഇടാം കേട്ടോ. ഉപ്പാണെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം, എരിവ് വേണമെങ്കിലും അങ്ങനെ ഇടാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളം ചില്ലി സോസ് ഇടുവാണ്. ഗ്രീൻ ചില്ലി സോസാണ് ഇതിടുന്നത്. 2 ടീസ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് ഇടുന്നുണ്ട്.
2.5 ടീസ്പൂണോളം സോയാ സോസും ഇടുന്നുണ്ട്. ഇത് അഗൈൻ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. സോയാ സോസ് കുറച്ചിടുന്നതായിരിക്കും നല്ലത്, കാരണം അത് പെട്ടെന്നാണ് അതിൻ്റെ കയ്പ്പ് ഫുഡിൽ വരുന്നത്. അതുകൊണ്ട് അത് കുറച്ചിടാം നമുക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത ബീഫ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നൂഡിൽസ് ഇതിലോട്ട് ഇടാം. നൂഡിൽസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഞെക്കാൻ മറക്കരുത്. താങ്ക് യു.